പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 27 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആനന്ദത്തോടെ നമ്മളെ നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന്, ആമേൻ, അതിശയകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ കർത്താവിന് കരം ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല ദിവസമാണ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, യഹോവ അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് ആ നല്ല കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് സങ്കീർത്തനത്തിൽ നിന്നും ഹാലലൂയ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 14-ാമത്തെ വാക്യം, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, കർത്താവ് നമ്മളെ വിടുവിക്കുകയും കർത്താവ് നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. കർത്താവെ, അങ്ങ് തന്ന ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയുന്ന കർത്താവെ, അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്ന ഈ അവസരത്തിൽ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ദൈവസഭ ഒരുമിച്ച് അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ പകൽ അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ, അതിശയത്തിൻ്റെ പകലായി മാറട്ടെ, ദൈവപ്രവൃത്തിയുടെ പകലായി മാറട്ടെ, പരിശുദ്ധാത്മ നിറവിൻ്റെ പകലായി മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ നാമം മഹിമപ്പെടുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ്, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ നെർവസ് പ്രോബ്ലങ്ങളും ആമേൻ ഈ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തലച്ചോറുമായിട്ടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ബ്രെയിനകത്തുള്ള ബ്ലീഡിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. ക്ലോട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തളർച്ചകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കാലെടുത്ത് താഴെ വെക്കുമ്പോൾ ആമേൻ, കാല് താഴെ വെക്കുമ്പോൾ സ്പർശനശേഷിയില്ലാതിരിക്കുന്ന അനുഭവങ്ങൾ, ആമേൻ, കാല് താഴെ കുത്തുന്ന അവർക്കറിയാൻ മേലാതിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യമാകട്ടെ. ആമേൻ. കാൽ താഴെ വെക്കുമ്പോൾ കാൽ താഴെ കുത്തിയതായിട്ട് അറിയാൻ കഴിയുന്നില്ല, സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ ജോലിയില്ലാത്തവരെ ഓർക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെല്ലാം അനുഗ്രഹപൂർണ്ണമായി തീരണം. ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരണം. ആത്മപകർച്ചയ്ക്ക് കാരണമായി തീരണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാവിലെ നമ്മുടെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം കർത്താവ് അനുവദിച്ചാൽ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. നമുക്കൊരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്ന വചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവിക ആലോചനകൾക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക ശബ്ദത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഓരോ ദിവസവും ഓർത്തോണം, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും, നന്മകളെ കൊണ്ടുവരും. ദൈവവചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്, കേൾപ്പിക്കുന്നത് അനുഗ്രഹമാണ്. അപ്പോൾ കേൾക്കുന്നത് മുഖാന്തരം അനുഗ്രഹം ഉണ്ടാകും, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് മുഖാന്തരം അനുഗ്രഹം ഉണ്ടാകും, അനുസരിക്കുന്നത് അതിലും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെങ്കിൽ നമ്മളത് പാലിക്കുന്നവരായിത്തീരണം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആമേൻ. 2 Corinthians ചാപ്റ്റർ നമ്പർ 6 അതിൻ്റെ 17-ാമത്തെയും 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയാം. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്കറിയാം, ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത് കൊരിന്ത്യക്കാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. ആ കാലഘട്ടം കൊരിന്ത്യ എന്ന് പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആമേൻ ഭയങ്കര മോറൽ കറപ്ഷൻ, അല്ലെങ്കിൽ വിഗ്രഹാരാധനയും അല്ലെങ്കിൽ പലതരത്തിലുള്ള കോംപ്രമൈസുകൾ ആമേൻ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ, ആ ലൊക്കേഷൻ ആ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ വിശ്വാസികളായിരിക്കുന്ന പലരും അങ്ങനെയുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും അവർ പഴയ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അനുസരിച്ച് പോരുകയും ചെയ്തിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. ആ സിൻഫുൾ നേച്ചർ, അതായത് പാപസംബന്ധമായ ജീവിതത്തിൽ അവരും അങ്ങ് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസൻ പൗലോസിലൂടെ അവരോട് പറയുകയാണ്, അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പി, നിങ്ങൾ ജീവിതത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിപ്പീൻ. വിടേണ്ടതിനെ വിട്ട് വിശുദ്ധി സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കം ഔട്ട്, അവിടുന്ന് വേർപെട്ട് പുറത്തു വരിക. കോംപ്രമൈസിൽ ജീവിക്കാതെ, അവരോട് ചേർന്ന് നടക്കാതെ വേർപെട്ട് നിൽക്കുവാൻ കർത്താവോട് അവിടെ ആവശ്യപ്പെടുകയാണ്. അതായത് കർത്താവ് ഒരിക്കലും നമ്മൾ വിശ്വാസത്തിൽ വന്നു അവിടെയും ഇവിടെയുമായിട്ട് നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പകുതി അവിടെയും പകുതി ഇവിടെയും അങ്ങനൊരു ചിന്താഗതിയിൽ ജീവിക്കുന്നതിനോട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിൽ സമർപ്പിച്ച് ഹല്ലേലൂയ ആമേൻ പൂർണ്ണമായിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോരണം. എന്തിനാ? സെപ്പറേറ്റ് ചെയ്യണം, ബി സെപ്പറേറ്റ്. ആമേൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മൾ ഐസൊലേഷൻ എന്നുള്ള വാക്കല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പക്ഷേ വേർപെട്ട ഒരു വിശുദ്ധിയോടുകൂടെ ഉള്ള ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മൾ ഈ ഭൂമിയിൽ ഉപ്പാകുന്നു, നമ്മൾ ഈ ഭൂമിയിൽ വെളിച്ചമാകുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേർപെട്ട് നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെ വീണ്ടും പറയുക, ആമേൻ ആ അശുദ്ധമായതൊന്നും തുടരുത്. അവിടെയുള്ള അശുദ്ധമായ പ്രവൃത്തികളിലൊന്നും നമ്മൾ എന്തായി പോകാൻ പാടില്ല, ഭാഗമായി പോകാൻ പാടില്ല. അശുദ്ധമായതൊന്നും നമ്മൾ തൊടാൻ പാടില്ല. സ്തോത്രം. അശുദ്ധമായ ചിന്തകളെ, അശുദ്ധമായ കൂട്ടുകെട്ടുകളെ, അശുദ്ധമായ സ്വഭാവ പ്രവൃത്തികൾ, ഇതൊന്നും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ആ അശുദ്ധമായതിനെ നമ്മൾ വിട്ടുമാറണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, അതിന് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ പ്രതിഫലമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് അപ്പനുമായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മളോട് ചോദിക്കുക, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്ന പലതരത്തിലുള്ള ആളുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള ആചാരങ്ങളുടെയും പാപത്തിൻ്റെയും ഒക്കെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കും തൻ്റെ മക്കൾ വ്യത്യസ്തരായിരിക്കണം, തൻ്റെ മക്കൾ വിശുദ്ധി സൂക്ഷിക്കുന്നവരായിരിക്കണം, തൻ്റെ മക്കൾ ഇടകലർന്ന് ജീവിക്കുന്നവരായിരിക്കരുത്, അവർ വേർപെട്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹം. അങ്ങനെ ഈ വേർപെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭയങ്കര ശക്തിയാണ്. ഈ കാതറിൻ കുൽമാൻ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസി ഉണ്ടായിരുന്നല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ. ഈ 20-ാം നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി
ശക്തമായിട്ട് പ്രയോജനപ്പെട്ട. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പം ഞാൻ ആയിരക്കണക്കിന് പ്രാവശ്യമാണ് മരിക്കുന്നത്. അതായത് എൻ്റെ ഇഷ്ടങ്ങളെ ഞാനങ്ങ് മരിപ്പിക്കുക. എന്തിന്? ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും അവരുടെ ബന്ധങ്ങളും അവരുടെ ഓരോ പ്രവൃത്തികളും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ വേർപെടുത്തേണ്ടിടത്തുനിന്ന് വേർപെടുത്തുവാനും ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുവാനും ഈ ലോകത്തിൽ കോംപ്രമൈസിൽ ജീവിക്കുവാനല്ല, വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ദൈവിക ശക്തി നമ്മളിലൂടെ ഒഴുകുകയും കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമ്മളെ ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കോളേജിലായാലും യൂണിവേഴ്സിറ്റികളിലായാലും സ്കൂളിലായാലും ഈ ജോലി സ്ഥലത്തായാലും ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും വേർപെടേണ്ടിടത്തുനിന്ന് വേർപെട്ട് നിൽക്കണം. തൊടണ്ട എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തൊടാൻ പോകരുത്. അസോസിയേറ്റ് ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞതിനോട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. വേർപെട്ട് വ്യത്യസ്തരായി ജീവിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേർപെടുത്തുനിന്ന് വേർപെടണം. വിശുദ്ധി ആചരിക്കേണ്ടത് വിശുദ്ധി ആചരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.